ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ട് അരിയുണ്ടയാണ് ഉണ്ടാക്കിയത്. ഇവിടെയാണെങ്കിൽ ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ, നല്ല തണുപ്പും ചെറിയൊരു മഴയൊക്കെ ആയിട്ട്. അപ്പം നമുക്ക് ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നില്ലേ? അപ്പോൾ എന്നും എണ്ണ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാലും അത് ഹെൽത്തിന് നല്ലതല്ലല്ലോ. ഇതൊക്കെ ആവുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടും, നമുക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ അരി ഒന്ന് വറുത്തെടുക്കേണ്ട സമയം ആവശ്യമുള്ളൂ. അത് കുറച്ച് സമയം എടുക്കും. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. ഇനി സൈഡിൽ ഇതുപോലെ നമുക്ക് ശർക്കര, തേങ്ങ, ഏലക്കായൊക്കെ റെഡിയാക്കി വെക്കണം. ഈ അരി ബ്രൗൺ കളർ ആക്കിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി ഇതേ സെയിം ജാറിൽ തന്നെ നമുക്ക് തേങ്ങയും ശർക്കരയും ഏലക്കായയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. ഇതെല്ലാം കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ പൊടിച്ച അരിയും പിന്നെ ഈ ചതച്ചെടുത്ത മിക്സും കൂടെ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഈ അരി പൊടിച്ചെടുത്തതിന് ശേഷം ഈ തേങ്ങയും ശർക്കരയും ഏലക്കായൊക്കെ ആ ജാറിൽ തന്നെ ഇട്ടിട്ട് മിക്സിയിൽ തന്നെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്കിതുപോലെ ബോളാക്കി എടുക്കാം. പക്ഷേ ഇതുപോലെ കൈവച്ചിട്ട് എല്ലാം മിക്സ് ചെയ്തിട്ട് ബോളാക്കി എടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ടയും നല്ല ചൂട് ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.